കോഴിക്കോട് വിമാനത്താവളത്തിൽ റസ വിപുലീകരണ അനുബന്ധ ജോലിക്കിടെ വിമാനത്താവള ചുറ്റുമതിലിന്റെ ഒരു ഭാഗം തകർന്നു. ഇത് റസ നിർമ്മാണത്തെ ബാധിക്കില്ല, എന്നാൽ പരിസരവാസികൾക്ക് പ്രയാസകരമാകും. റൺവേയുടെ സുരക്ഷാ പ്രതലമായ റസ മണ്ണിട്ട് ഉയർത്തി നീളം കൂട്ടുന്ന ജോലി നടക്കുന്നുണ്ട്. ലോറിയിൽ മണ്ണ് എത്തിക്കുന്നതിനായി ചുറ്റുമതിലിനോട് ചേർന്ന് മണ്ണിട്ട് ഉയർത്തിയിരുന്നു. ഇങ്ങനെ മതിലിനോട് ചേർന്ന് മണ്ണിട്ട മുക്കൂട് പ്രദേശത്താണ് മതിൽ തകർന്നത്. നിലവിൽ ഇവിടെ പൊടിശല്യം ഏറെയാണ്. മതിൽ തകർന്ന് മണ്ണ് പരന്നതോടെ പൊടിശല്യം കൂടിയിട്ടുണ്ട്. ഉടൻ നന്നാക്കണമെന്നും മഴ പെയ്തു തുടങ്ങിയാൽ പരിസരവാസികൾക്ക് ഏറെ പ്രയാസമുണ്ടാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഇതിപ്പോൾ ഈ അതിർത്തിയോട് ചേർന്ന് എയർപോർട്ട് അതിർത്തിയോട് ചേർന്ന് പരമാവധി വീടുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ രണ്ടാമത് വർക്ക് തുടങ്ങിയപ്പോൾ ഈ റോഡ് സൈഡ് സ്ഥലം തികയാതെ വന്നപ്പോൾ അവർ റോഡ് പൊന്താൻ വേണ്ടി മണ്ണിട്ട് ആകെ ഒരു കൽമതിലാണ്. ഈ കൽമതിൽ ഇപ്പോൾ കണ്ടപ്പോഴാണ് തീരെ പിടുത്തമില്ലാത്തൊരു കൽമതിലായിട്ടാണ് കാണുന്നത്. ഇത്രയും ടണ്ണ് മണ്ണ് ഈ മതിലിന് ജാമാക്കി ഇട്ടുകൊണ്ട് ഇതിപ്പോൾ പൊട്ടി ഇങ്ങോട്ട് വീണിട്ടുണ്ട്. ഇവിടെ ഈ വീടുകൾക്കൊക്കെ ഭീഷണിയായിട്ടാണ് ഇപ്പം നിലക്കുന്നത്. ഈ വർഷക്കാലം കൂടി വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം മണ്ണ് കുത്തിയൊളിച്ചിട്ട് ഈ ഭൂമികൾ ഈ പറമ്പുകളിലേക്കൊക്കെ മൊത്തം വരും. ഇവിടെ കുടിവെള്ളമുള്ള കിണറുകളുണ്ട്, പിന്നെ പള്ളിക്ക് വെള്ളം കൊണ്ടുപോകണ പൈപ്പുണ്ട്, വീടുകൾക്ക് വെള്ളം കൊണ്ടുപോകണ പൈപ്പ്, അതൊക്കെ ഇപ്പം പൊട്ടിയിരിക്കുക. അവർക്കൊക്കെ ഇപ്പോൾ ഇത് കണ്ടാലും ഭീഷണി തന്നെയാണല്ലോ. ഈ ഒന്നാമത് ഈ മണ്ണടിക്കണ മിഷ്യൻ്റെ ജെർക്കിങ് കൊണ്ട് പല വീടുകളിലും ജനവാതിലൊക്കെ ഇങ്ങനെ ചുമരൊക്കെ പൊട്ടണ, സ്റ്റേപ്പ് പൊട്ടണ, വിള്ളിച്ച വരുന്ന ഒരു അവസ്ഥയാണ്. അത് അത്രയും ജെർക്കിങ്ങാണ് ആ മിഷ്യന്. ഗവൺമെൻറ്റിൻ്റെ മേലെ ഇപ്പോൾ പൊന്തി വന്നപ്പോൾ ലോറി മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഈ അടിഭാഗത്തുള്ള ഈ റോഡ് പൊന്തിച്ച് മതിലിൻ്റെ മേലെ മണ്ണിട്ട് ടണ്ണ് കണക്കിന് മണ്ണാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ലോറി മേലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് ഡംപ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മണ്ണ് ഈ അമർത്തുന്ന ജെർക്കിങ് കൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർക്ക്, അപ്പോൾ മാത്രമല്ല ലോറിൻ്റെ പിന്നെ മണ്ണ് തട്ടണ സൗണ്ട്, ബാക്ക് ബോഡി അടക്കണതുകൊണ്ട് കുട്ടികൾ നെട്ടി ഉണരുന്ന ഒരു സംഭവം, കുട്ടികൾ കരച്ചിൽ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഇപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പൊടിശല്യം, ഒരു അലക്കി ചിക്കാൻ പോലും ഒരു വീടിൻ്റെ അകത്ത് പോലും പൊടിയാണ്. ശരിക്കും മഴ നനച്ചുകാണ്ട് വേണം ഇത് ചെയ്യാനെന്നാണ് നമ്മൾ ആദ്യമൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അവർ വെള്ളം പമ്പ് ചെയ്യണില്ല, പൊടി മണ്ണിട്ടിങ്ങനെ അമർത്തി പോവുക. ന്യൂസ് ഡെസ്ക് എയർ 1.